നമ്മളെങ്ങോട്ട് പോണ പറയും എവിടേക്ക്? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളിന് ശേഷമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇഷ്ടം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഫാമിലി കുറച്ച് മെമ്പേഴ്സൊക്കെ കൂടിയിട്ട് ട്രിവാൻഡ്രം വരെ ഒന്ന് പോവാണ് കേട്ടോ. ഞങ്ങൾ ട്രെയിനിനാണ് പോകുന്നത്. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം, ഒരു 8-9 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ട്രിവാൻഡ്രം കൊച്ചുവേളി ലാൻഡ് ചെയ്തു. കൊച്ചുവേളി സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 6 at 6 hours 15 minutes. വെളുപ്പിന് 5 മണി 5:30 സമയമാകുമ്പോഴാണ് ഞങ്ങളിവിടെ കൊച്ചുവേളിയിൽ എത്തിയത് കേട്ടോ. രാത്രിയിൽ ഉറക്കം ട്രെയിനിലായത് കാരണം ഞങ്ങൾക്ക് ആർക്കും ഉറക്കം ശരിയായിട്ടില്ല. എല്ലാവരും അതിൻ്റെ ക്ഷീണത്തിലാണ്. ഒരുപാട് ട്രെയിനുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ബസ്സുകളൊക്കെ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട പോലെ ട്രെയിനുകൾ ഇഷ്ടം പോലെ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട് കേട്ടോ. രാത്രിയിൽ ട്രെയിൻ യാത്ര കാരണം എല്ലാവരും മുഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രഷ് ആവാൻ സ്റ്റേഷനിൽ തന്നെ നമുക്കൊരു ഏരിയ ഉണ്ട്. ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഫോട്ടോ സെക്ഷനായിരുന്നു. ഞങ്ങളിവിടെ കുറേ സമയം പോസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു. ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് മൃഗശാല കാണാനായിട്ടാണ്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വല്ലാത്തൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി. അത് അല്ല ഇത് ഈ ഹിപ്പോസിൻ്റെ ഏരിയയൊക്കെ കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സ്മെല്ലായിരുന്നു. ടി വിയിലും ഫോണിലൊക്കെ ഇങ്ങനെ സൂ ഒക്കെ കാണിക്കുമ്പോൾ മൃഗങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കണമൊക്കെ കാണുമ്പോൾ ഇത് എപ്പോഴും പറയും, പക്ഷേ അമ്മക്ക് പോകണം, അമ്മക്ക് ഒരിക്കലും ഇതേപോലെ ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂ കാണാൻ. അതുകൊണ്ട് തന്നെ ഏകദേശം ഓള് മാക്സിമം എൻജോയ് ചെയ്ത് അവിടെ കൂടി നടന്ന് കാണുമായിരുന്നു.
സൂമിലുള്ളതൊക്കെ ഞങ്ങൾ മാക്സിമം പെട്ടെന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് നേരെ ഹവ ബീച്ചിലേക്കാണ്. ബീച്ച് കണ്ടാൽ പിന്നെ എല്ലാവർക്കും ഒന്ന് നനയണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. ിലൊക്കെ അവസാനിപ്പിച്ചിട്ട് ബീച്ചിൽ നിന്ന് ഞങ്ങൾ മടങ്ങിയിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് രാജു അങ്കിളിൻ്റെയും ഇത്തയുടെയും വീട്ടിലേക്കാണ്. ഇവർ നമ്മളെ ഫാമിലി ഫ്രണ്ടാണ്. നേരത്തെ ഇവർ കാളികാവായിരുന്നു താമസിച്ചിരുന്നത്, പിന്നെ ട്രിവാൻഡ്രത്തോട്ട് താമസം മാറ്റിയതാണ്. സ്നേഹം മാത്രമുള്ള 2 വ്യക്തികളാണ് ഇവർ, വേറെ ഒന്നുമല്ല. ഞങ്ങൾ 19 ആൾക്കാരുണ്ട് കുട്ടികളൊക്കെ കൂടിയിട്ട്. ഞങ്ങൾക്ക് 3 ആൾക്കാർക്കുള്ള ഫുഡ്, ഞങ്ങൾക്ക് കിടക്കാൻ അവരുടെ വീടിൻ്റെ മുകൾ ഭാഗം നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഞങ്ങൾ തരുമായിരുന്നു ചെയ്തത്. അടുത്ത ദിവസം പുലർച്ചെ 4 മണിക്ക് ഞങ്ങൾ എണീറ്റ് ഞങ്ങൾക്ക് ഒരു 1-2 മണിക്കൂർ നേരത്തെ ട്രാവലുണ്ട് കന്യാകുമാരിക്ക് രാജ്യങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന്. ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഞങ്ങൾ ഇരുന്ന് സ്ഥലം മാറിപ്പോയടോ, സൺസെറ്റ് കണ്ടില്ല. ഞങ്ങൾ ഉച്ചയിലെത്തിയിട്ടാണ് ഒരു സൂര്യനെ കണ്ടത്. നമ്മളെ സമയപരിമിതി കാരണം അവിടെയുള്ള ഗ്ലാസ് ബ്രിഡ്ജൊന്നും നമുക്ക് കാണാൻ സമയം കിട്ടിയില്ല. ഞങ്ങൾക്ക് ഇനി വേറെ ഒരു സ്പോട്ടിൽ കൂടി പോകാണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ മടങ്ങി. ഇനി നമ്മൾ പോകുന്നത് വട്ടക്കോട്ടയെന്ന് പറഞ്ഞിട്ടൊരു കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഈ കോട്ടനെ കുറിച്ച് നമുക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ കോട്ടൻ്റെ ഈ ഏരിയയിൽ എത്തിയാൽ ഒരു കാറ്റ് കിട്ടുകയാണ് നമുക്ക്. കാരണം ഈ കോട്ടൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു കടലുണ്ട് കേട്ടോ. ആ കടലിൽ നിന്ന് വരുന്നൊരു കാറ്റുണ്ട് നമുക്ക്, അത് അടിപൊളിയാണ്. ഈ ഭയങ്കര വെയിലുള്ള സമയമാണ്, പക്ഷേ അവിടെ നിന്ന് വരുന്ന ഈ കാറ്റ് നമ്മൾ ആ കോട്ടനകത്ത് ഇരുത്തിപ്പോവും. നമ്മൾ കുറേ സമയം ആ കാറ്റ് കൊണ്ടുണ്ട് അവിടെ നമ്മൾ കുറേ സമയം ഇരുന്നു. ഈ കടലാണ് കേട്ടോ, ഈ കടലിൽ നിന്ന് വരുന്നൊരു കാറ്റ് നമുക്ക് കിട്ടുന്നത് അടിപൊളിയാണ്. നമ്മൾ അധിക സമയം ആ കാറ്റ് കൊണ്ട് അതിനകത്ത് കുറച്ച് നേരം ഇരുന്നു. സ്വാഭാവികമായിട്ടും കോട്ടൻ്റെ ബാക്കിലൊരു കടൽ നമ്മൾ കണ്ട സ്ഥിതിക്ക് നമുക്ക് അവിടെ ഇറങ്ങണമല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതിനകത്ത് അർമാദിച്ചു. വെള്ളത്തിൽ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്ത് ഇറങ്ങി. ഇലയിൽ ഒരു നാടൻ ഊണ് ഭക്ഷണമൊക്കെ എല്ലാവരും വേഗം കഴിച്ചിട്ട് ഞങ്ങൾക്കിനി ഒരു സ്ഥലം കൂടി പോകാനുണ്ട്. മണിച്ചിത്രത്താഴ് ഫിലിം ഷൂട്ട് ചെയ്ത പത്മനാഭപുരം കൊട്ടാരം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ കൊട്ടാരത്തിൻ്റെ ഓരോ റൂമിൽ കൂടെയും കയറി ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആ ഫിലിം കണ്ട ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ, നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ നമ്മളവിടെ വേഗം പോകുന്നു, നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് ട്രെയിന് ടിക്കറ്റ് എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ പോകും. കുലിട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ കുറേ സമയം പോസ്റ്റാണ് കേട്ടോ. നമുക്കിനി രാത്രി 7 മണി കഴിഞ്ഞിട്ടാണ് ട്രെയിൻ ഉള്ളത്. നമ്മളെങ്ങോട്ടാ പോണേ? വീട്ടിക്ക്. ബീച്ചിക്കല്ല, വീട്ടിക്ക്, നമ്മളെ വീട്ടിക്ക്. ഓക്കെ, നമ്മളെങ്ങോട്ടാ പോണേ? നമ്മളെ വീട്ടിക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ 2 ദിവസത്തെ ട്രിവാൻഡ്രം ട്രിപ്പ്.
താങ്ക്സ് ഫോർ വാച്ചിങ്.